التمسك بالأثر نجاه. സഹോദരങ്ങളെ, അടുത്ത ഹദീസ് അൽ ഹദീസ് ഉസാരിസ് വൽ 26ാമത്തെ ഹദീസ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന സുനൻ തിർമിദിയിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്ന സ്വഹീഹായ ഹദീസ്. الحديث السادس والعشرون عن عمر بن الخطاب رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم لو أنكم كنتم توكلون على الله حق توكله لرزقتم كما يرزق الطير تغدو خماصا وتروح بطانا رواه الترمذي. വളരെ മനോഹരമായ ധാരാളം പാഠങ്ങൾ സമ്മാനിക്കുന്ന ഇസ്ലാമിൻ്റെ വിശ്വാസകാര്യങ്ങളിൽ നമ്മുടെ ഖൽബിനെ ബാധിക്കുന്ന ഉബൂദിയത്തിൻ്റെ ഗുണങ്ങളിൽ ഖൽബ് കൊണ്ട് ചെയ്യുന്ന നമ്മുടെ ആന്തരികമായ ഇബാദത്തുകളിൽ വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഹദീസാണ് ഈ ഹദീസ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ അന്നകും കുൻതും തവക്കലൂന അലല്ലാഹ് ഹഖ്ഖ തവക്കുലിഹി ലറുസിഖ്തും കമാ യുർസഖു الطير തഗ്ദു ഖിമാസൻ വതറൂഹു ബിതാനാ. ലൗ അന്നകും കുൻതും തവക്കലൂന അലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കേണ്ടതുപോലെ, ഹഖ്ഖ തവക്കുലി, തവക്കുലാക്കേണ്ട മുറപ്രകാരം ഭരമേൽപ്പിക്കേണ്ടതുപോലെ അർഹിക്കുന്ന രൂപത്തിൽ നിങ്ങൾ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുകയാണെങ്കിൽ ലറുസിഖ്തും കമാ യുർസഖു الطير, പക്ഷികൾക്ക് അന്നം നൽകപ്പെടുന്നത് പോലെ നിങ്ങൾക്ക് അന്നം നൽകപ്പെടുമായിരുന്നു. തഗ്ദു ഖിമാസൻ വതറൂഹു ബിതാനാ, ആ പക്ഷികളാകട്ടെ അതിരാവിലെ വിശന്നൊട്ടിയ വയറുമായി അവരുടെ കൂടുകളിൽ നിന്ന് പാറിയകലുന്നു, അന്നം തേടി. വതറൂഹു ബിതാനാ, നിറവയറുമായി പ്രദോഷത്തിൽ വൈകുന്നേരത്ത് അവർ കൂടണയുന്നു. ഇതുപോലെ വിശന്നൊട്ടിയ കാലി വയറുമായി കൂടുകളിൽ നിന്ന് പറന്നകലുന്ന പറവകൾക്ക് പ്രദോഷത്തിൽ നിറവയറുമായി തിരിച്ചു വരാൻ അന്നം നൽകിയതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മേൽ തവക്കുലാക്കേണ്ടത് പോലെ മുറപ്രകാരം നിങ്ങൾ തവക്കുലാക്കിയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് അല്ലാഹു റിസ്ക് നൽകുമായിരുന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സഹോദരങ്ങളെ, ഈ ഹദീസ് നമ്മുടെ ഖൽബ് കൊണ്ട് ചെയ്യേണ്ടുന്ന ആന്തരികമായ ഇബാദത്തുകൾ രണ്ടു വിധമാണ്. അൽ അമാലുൽ ളാഹിറ, അൽ ഇബാദത്തുൽ ളാഹിറ വൽ ഇബാദത്തുൽ ബാത്തിന. നമ്മൾ പുറമേക്ക് പ്രകടിപ്പിക്കുന്ന ശാരീരിക അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന സ്വലാത്ത്, സക്കാത്ത്, സൗമ പോലെയുള്ള ബാഹ്യമായ ഇബാദത്തുകൾ, നമ്മുടെ ഖൽബ് കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ് തവക്കുൽ. ഈ തവക്കുലിനെ പഠിപ്പിക്കുന്ന മഹത്തായ ഹദീസാണ് ഈ ഹദീസ്. ഈ ഹദീസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വിഷയത്തിൽ തവക്കുലിനെ പറ്റി പണ്ഡിതന്മാർ പറഞ്ഞ ചില മനോഹരമായ പാഠങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. മദീനയിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന, പ്രത്യേകിച്ച് ഇസ്ലാമിൻ്റെ അഖീദ വിഷയങ്ങളിൽ വളരെ ആഴത്തിലുള്ള അറിവുള്ള പണ്ഡിതനാണ് ഷെയ്ഖ് സ്വാലിഹ് സിന്ദി ഹഫിളഹുല്ലാഹ്. അഖീദ പഠിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും കേൾക്കേണ്ടുന്ന ദർസുകളാണ് ഷെയ്ഖിൻ്റെ അഖീദയിലുള്ള കിതാബുകളുടെ വിശദീകരണങ്ങൾ. പല ഷറഹുകളുടെയും തഫ്രീഖാത്തുകൾ, അതിൻ്റെ ടെക്സ്റ്റ് രൂപം നമുക്ക് കിട്ടും, വായിക്കാൻ കിട്ടും. പ്രത്യേകിച്ച് കിതാബ് തൗഹീദിൻ്റെ അദ്ദേഹത്തിൻ്റെ ഷറഹ് വളരെ ബൃഹത്തായ ഷറഹാണ്. ഷെയ്ഖ് അതിൽ തവക്കുലിനെ പറ്റി സംസാരിക്കുന്ന ചില ഭാഗങ്ങൾ, അതിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ശരി, തവക്കുൽ എന്ന് പറഞ്ഞാൽ തവക്കുലു മഖാമുൻ അദീമുൻ മിൻ മഖാമാത്തി ദീൻ, ദീനിൻ്റെ പദവികളിൽ, തലങ്ങളിൽ ഏറ്റവും മഹനീയമായ തലമാണ്, പദവിയാണ് തവക്കുൽ. ബൽ ഹുവ നിസ്ഫുദ്ദീൻ, മറിച്ച് ദീനിൻ്റെ പാതിയാണത്. ഫദ്ദീനു ഇബാദത്തും വതവക്കുൽ, ദീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പാതി ഇബാദത്താണ്, മറുപാതി തവക്കുലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അയാളെ തെളിവുന്ന ഫഅബ്ദുഹു വതവക്കൽ അലൈഹി. സൂറത്ത് ഹൂദിൽ അല്ലാഹു പറഞ്ഞു, നീ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക, ദീൻ ഇബാദത്താണ്. വതവക്കൽ അലൈഹി, അവന്റെ മേൽ ബരമേൽപ്പിക്കുക, ദീൻ തവക്കുലുമാണ്. തവക്കുലും ഇബാദത്തുമാണ് ദീൻ. അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്,
സൂറത്ത് ഹൂദിൽ അള്ളാഹു വീണ്ടും പറഞ്ഞു, അള്ളാഹുവേ ഞാൻ നിന്റെ മേൽ ബരമേൽപ്പിക്കുന്നു, നിന്നിലേക്ക് മടങ്ങുന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, ഇബാദത്ത്. വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. തവക്കുലാണത്. അള്ളാഹുവിനോട് സഹായം തേടുന്നവർ തവക്കുലുള്ളവരാണ്. അപ്പൊ ദീൻ എന്ന് പറഞ്ഞാൽ ഇബാദത്തും തവക്കുലുമാണ്, ദീനിന്റെ പാതിയാണ്. ചില മുൻഗാമികൾ പറഞ്ഞതുപോലെ ദീനിൽ തവക്കുലിനുള്ള സ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉടലിനുള്ള സ്ഥാനം പോലെയാണ്. ഈമാനികമായ ഇസ്ലാമിൻ്റെ അഖീദയുടെ പാഠങ്ങൾ നമ്മൾ സമാഹരിക്കുകയാണെങ്കിൽ, ഇസ്ലാമിൻ്റെ വിശ്വാസ കാര്യങ്ങളെ, ഉബൂദിയ്യത്തിൻ്റെ, ഈമാനിൻ്റെ തലങ്ങൾ നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ, തവക്കുൽ അത് ഒരു ശരീരത്തിലെ ഉടലിനോട് നമുക്ക് ഉപമിക്കാം. മറ്റു കാര്യങ്ങളൊക്കെ അതിൻ്റെ ശിരസ് പോലെയാണ്. എന്ന് പറഞ്ഞാൽ ഈ തവക്കുലാണ് ഈമാനികമായ മറ്റു തലങ്ങളെല്ലാം നിലകൊള്ളുന്നത്. ശരീരത്തിലെ ഉടലിലാണ് ശിരസ് നിലകൊള്ളുന്നത് പോലെ തവക്കുലിലാണ് ഈമാനിൻ്റെ മറ്റു തലങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നത്. തവക്കുലില്ലാത്തവന് ഈമാനില്ല. വൽമുതവക്കിലൂന അഹ്ബാബുല്ലാഹ്. രണ്ടാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിൻ്റെ പ്രിയങ്കരരാണ് അള്ളാഹു തവക്കുലാക്കുന്നവർ. അള്ളാഹു പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. അള്ളാഹുവിൽ ബരമേൽപ്പിക്കുന്നവർ അവൻ ഇഷ്ടപ്പെടുന്നു. അള്ളാഹുവിൻ്റെ സ്നേഹമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, മറ്റാരെക്കാളും. അള്ളാഹുവിൻ്റെ പരിഗണനയാണ് നമ്മൾ മോഹിക്കുന്നത്, സ്വപ്നം കാണുന്നത്. അവൻ്റെ സ്വർഗമാണ് നമ്മൾ പ്രതീക്ഷ വെക്കുന്നത്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. അള്ളാഹു അവനിൽ ഭരമേൽപ്പിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. സൂറത്ത് ആൽ ഇംറാനിൽ അള്ളാഹു പറഞ്ഞു. സഹോദരങ്ങളെ, വത്തവക്കുലു ശർത്തുൽ ഈമാനി വശർത്തുൽ ഇസ്ലാം. മൂന്നാമത്തെ കാര്യം, തവക്കുൽ എന്നത് ഒരാളിൽ ഈമാനുണ്ട് എന്നതിൻ്റെയും ഒരാളിൽ ഇസ്ലാം ഉണ്ട് എന്നതിൻ്റെയും അടയാളമാണ്. അതല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ, ഈമാൻ ഉണ്ടാകാനുള്ള നിബന്ധനയാണ് തവക്കുൽ. ഒരാൾ യഥാർത്ഥ മുസ്ലിം ആകാനുള്ള നിബന്ധനയാണ്, ഷർത്താണ് തവക്കുൽ. എന്താണ് ഇതിൽ തെളിവ്? ഈ രണ്ട് ഷർത്തും ഒരുമിക്കുന്ന ഒരൊറ്റ ആയത്ത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. സൂറത്ത് യൂനുസിലെ 84-ാമത്തെ ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതായി പറഞ്ഞു, വഖാല മൂസ. മൂസ നബി തന്റെ സമൂഹത്തോട് പറഞ്ഞു, യാ ഖൗമി ഇൻ കുൻതും ആമൻതും ബില്ലാഹ്. എൻ്റെ സമൂഹമേ, നിങ്ങൾ അല്ലാഹുൽ ഈമാനുള്ളവരാണെങ്കിൽ, ഫഅലൈഹി തവക്കലു, നിങ്ങൾ അവനിൽ ബലമേൽപ്പിക്കുക. അപ്പൊ ഈമാനുള്ളവരാണെങ്കിൽ അല്ലാഹുൽ തവക്കുലാക്കുക. ഈമാൻ ഉണ്ടാകണമെന്നുള്ള ഷർത്താണ് തവക്കുൽ. ഇൻ കുൻതും മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിമീങ്ങളാണെങ്കിൽ, അപ്പൊ ഇസ്ലാം ഉണ്ടെങ്കിൽ തവക്കുൽ ഉണ്ടാകും. ഒരാൾ യഥാർത്ഥ മുസ്ലിം ആകണമെന്നുള്ള ഷർത്താണ്, നിബന്ധനയാണ് തവക്കുൽ. യാ ഖൗമി ഇൻ കുൻതും ആമൻതും ബില്ലാഹി ഫഅലൈഹി തവക്കലു ഇൻ കുൻതും മുസ്ലിമീൻ. ഓ സമൂഹമേ, നിങ്ങൾ യഥാർത്ഥ മുസ്ലിമീങ്ങളാണെങ്കിൽ, നിങ്ങൾ അല്ലാഹുവിൽ ഈമാനുള്ള മുഅ്മിനീങ്ങളാണെങ്കിൽ, ഫഅലൈഹി തവക്കലു, നിങ്ങൾ അവനിൽ മാത്രം ബലമേൽപ്പിക്കൂ. ഈമാനിന്റെയും ഇസ്ലാമിന്റെയും ഷർത്താണ് ഒരാൾ യഥാർത്ഥ മുസ്ലിമാണോ യഥാർത്ഥ മുഅ്മിനാണോ എന്ന് വിലയിരുത്താനുള്ള മാനദണ്ഡമാണ് അല്ലാഹുവിൽ കാര്യങ്ങൾ അവൻ തവക്കുലാക്കുമെന്നത്. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, പണ്ഡിതന്മാർ പറയുന്നു, വത്തവക്കുലു അലല്ലാഹി ഔസഉ മഖാമാത്തി ദീൻ മിൻ ഹൈസു അഹ്ലിഹാ. തവക്കുൽ എന്നത് നേരത്തെ പറഞ്ഞുല്ലോ, ദീനിന്റെ തലങ്ങളിൽ ഏറ്റവും ബൃഹത്തായ, ഏറ്റവും വിശാലമായ, ഏറ്റവും ആഴവും പരപ്പുമുള്ള ഉബൂദിയ്യത്തിന്റെ തലമാണ്. നോക്കൂ നിങ്ങൾ, ഈ തവക്കുലാക്കുന്നവർ ആരാണ്? അല്ലാഹുവിൽ തവക്കുലാക്കുന്നവർ ആരാണ്? കുല്ലു ഖൽഖി, എല്ലാ പടപ്പും. മുസ്ലിം മാത്രമാണോ? മുഅ്മിൻ മാത്രമാണോ? ഒരു വേള കാഫിർ, അള്ളാഹു നൽകിയ നാവ് കൊണ്ട് റബ്ബില്ല എന്ന് പറയുന്ന കടുത്ത നിഷേധി പോലും അവന്റെ ജീവിതത്തിന്റെ ഏതെങ്കിലും പ്രതിസന്ധിയുടെ തീച്ചൂളയിൽ അള്ളാഹുവിൽ ബലമേൽപ്പിക്കുന്ന രംഗമുണ്ടാകും. അവനത് നാവ് കൊണ്ട് എതിർക്കുന്നുണ്ടെങ്കിലും അവന്റെ കൽബിന്റെ ആഴത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. മുസ്ലിമും കാഫിറും, മൻ മിൻ അഹ്ലിസ് സമാവാതി വമിൻ അഹ്ലിൽ അർദ്, ആകാശഭൂമികളിലുള്ള സർവ്വചരാചരങ്ങളും അള്ളാഹുവിൽ ബലമേൽപ്പിക്കുന്നുണ്ട്, ഒരു നിലക്കല്ലെങ്കിൽ മറുനിലക്ക്. വമിനൽ ഇൻസി വമിനൽ ജിൻ, ജിന്നും ഇൻസും സകലരും അല്ലാഹുവിൽ ബലമേൽപ്പിക്കുന്നുണ്ട്. ഹത്തൽ ഹയവാനാത് വതുയൂർ, പക്ഷികളും മൃഗങ്ങളും ജന്തു ജീവജാലങ്ങളും സർവ്വചരാചരങ്ങളും അല്ലാഹുവിൽ തവക്കുലാക്കുന്നുണ്ട്. കുല്ലു മഖ്ലൂഖിൻ, എല്ലാ പടപ്പുകളും അവരെല്ലാവരും അല്ലാഹുവിൽ തവക്കുലാക്കാൻ ആവശ്യക്കാരാണ്. നോക്കൂ നിങ്ങൾ, എത്ര വിശാലമായ തലമാണ് ഈ തവക്കുലിന്റെ തലം.
അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എണ്ണമറ്റ സിഫാത്തുകൾ, അവന്റെ അത്യുത്കൃഷ്ടങ്ങളായ അതിമനോഹരങ്ങളായ നാമഗുണ വിശേഷണങ്ങൾ തവക്കുൽ എന്ന മഹത്തായ ഇബാദത്ത് നമ്മെ അറിയിക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അറിവിനെ തവക്കുൽ അറിയിക്കുന്നുണ്ട്. എല്ലാം അറിയുന്ന റബ്ബിലാണ് നമ്മൾ വരവേൽപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ ശക്തിയെ തവക്കുൽ അറിയിക്കുന്നുണ്ട്. സർവശക്തനായ റബ്ബിലാണ് നമ്മൾ തവക്കുലാക്കുന്നത്. അള്ളാഹുവിന്റെ കഴിവിനെ, സർവശക്തനായ റബ്ബിന്റെ ഖുദ്റത്തിനെ തവക്കുൽ അറിയിക്കുന്നുണ്ട്. അവനിലാണ് നമ്മൾ വരവേൽപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ മശീഅത്തിനെ, ആരുടെ ഉദ്ദേശവും മുൻകടക്കാത്ത അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മശീഅത്തിനെ, അവന്റെ ഉദ്ദേശത്തെ, അവന്റെ ഉദ്ദേശപൂർവ്വം പ്രവർത്തിക്കുന്നു, നമ്മെ സഹായിക്കുന്നു, സംരക്ഷിക്കുന്നു. അവനിലാണ് നമ്മൾ വരമേൽപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ കാരുണ്യത്തെ, അള്ളാഹുവിന്റെ അനുകമ്പയെ, അള്ളാഹുവിന്റെ സ്നേഹത്തെ, അള്ളാഹുവിന്റെ സംരക്ഷണത്തെ എല്ലാം തവക്കുൽ അറിയിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ മനോഹരങ്ങളായ അത്യുത്കൃഷ്ടങ്ങളായ എണ്ണമറ്റ നാമഗുണ വിശേഷണങ്ങളെ തവക്കുൽ അറിയിക്കുന്നുണ്ട്. ഈ ഇബാദത്ത്, നമ്മുടെ ഖൽബ് കൊണ്ട് ചെയ്യുന്ന ഈ മഹത്തായ ഇബാദത്ത്, ജലീലത്തുൽ ഖദ്രി ഇദാ ഖലാ മിൻഹൽ ഖൽബ് തറഹല അൻഹുൽ ഈമാൻ, അത് ഖൽബിൽ നിന്ന് അറ്റുപോയാൽ, ഈ തവക്കുൽ എന്ന മഹത്തായ വിശേഷണം, മഹനീയമായ ഗുണം നമ്മുടെ ഖൽബിൽ നിന്ന് അന്യമായാൽ, നമ്മുടെ ഖൽബിൽ നിന്ന് ഈമാൻ യാത്രയാകും, ഈമാൻ വേർപെടും. തറഹല അൻഹുൽ ഈമാൻ വഇൻ ضعف فيه ضعف الأمان ضعف الإيمان. ഈ ഹൃദയത്തിൽ, നമ്മുടെ ഖൽബിൽ തവക്കുൽ ദുർബലമായാൽ, ബലഹീനമായാൽ, നമ്മുടെ ഹൃദയത്തിലെ ഈമാൻ ബലഹീനമാകും. അത്തവക്കുലു അലല്ലാഹി അസ്സ വജല്ല ശഅ്നുൻ അദീം. അതുകൊണ്ട് സഹോദരങ്ങളെ, തവക്കുൽ എന്ന് പറഞ്ഞാൽ അത് മഹത്തായ ഇബാദത്താണ്. ഈ ഒരു മുഖവുര തവക്കുൽ മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. പണ്ഡിതന്മാർ തവക്കുലിനെ പല രൂപത്തിൽ വിശദീകരിച്ചതായി കാണാം. അത്തവക്കുലു അംറുൻ അൽ ജവാരിഹ് വ അംറുൻ യതഅല്ലഖു ബിൽ ഖൽബ്. തവക്കുൽ എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് തലങ്ങളുണ്ട്. ഒന്നാമത്തെ തലം നമ്മുടെ അവയവങ്ങളെ ബാധിക്കുന്നതാണ്. രണ്ടാമത്തെ തലം നമ്മുടെ ഖൽബിനെ ബാധിക്കുന്നതാണ്. ഒന്ന് ബാഹ്യമായി നമ്മൾ പ്രകടിപ്പിക്കേണ്ടതും മറ്റൊന്ന് ആന്തരികമായി നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതും. ബാഹ്യമായി നമ്മൾ പ്രകടിപ്പിക്കേണ്ടത് എന്താണ്? നമ്മൾ അള്ളാഹുവിൽ കാര്യങ്ങൾ വരമേൽപ്പിക്കുന്നുവെങ്കിൽ ആ കാര്യങ്ങൾ, ലക്ഷ്യങ്ങൾ നേടാനുള്ള കാരണങ്ങൾ നമ്മൾ പ്രവർത്തിക്കണം. ബദ്ലുൽ അസ്ബാബ്, കാരണങ്ങൾ നമ്മൾ പ്രവർത്തിക്കണം. നമ്മൾ ഏതൊരു കാര്യത്തിനാണോ അള്ളാഹുവിൽ തവക്കുലാക്കിയത്, ആ കാര്യം നേടാനുള്ള കാരണങ്ങൾ നമ്മൾ പ്രവർത്തിക്കണം. അതെന്തുകൊണ്ടാണ് ചെയ്യുന്നത്? അത് അവയവങ്ങൾ കൊണ്ടാണ് പ്രവർത്തിക്കുക. കാരണങ്ങൾ പ്രവർത്തിച്ചാൽ പിന്നീട് ആ കാരണത്തിലേക്കോ കാര്യത്തിലേക്കോ നമ്മൾ തിരിഞ്ഞു നോക്കരുത്. അവലംബം അള്ളാഹുവിൽ മാത്രം. അതെവിടെയാണ്? ഖൽബിലാണ്. ഖൽബിലാണ് സമ്പൂർണമായ അവലംബം. അള്ളാഹുവിലേക്ക് മാത്രം, കാരണങ്ങളിലേക്ക് പിന്നെ തിരിഞ്ഞു നോക്കരുത്. പണ്ഡിതന്മാർ ഇതിനെ മനോഹരമായി വിശദീകരിച്ചതായി കാണാം. അദ്ദേഹം പറയുന്നു, തവക്കുലിൽ 3 കാര്യങ്ങൾ അനിവാര്യമായും ഉണ്ടാകണം. ഒന്നാമതായി തഹ്ഖീഖു തൗഹീദുൽ മഅരിഫത്തി വൽ ഇസ്ബാത്ത്. ഞാൻ നേരത്തെ പറഞ്ഞത് തവക്കുലിന്റെ 2 പാതിയാണ്. ഒന്ന് നമ്മുടെ അവയവങ്ങളെ ബാധിക്കുന്ന കാരണങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ള പാതിയും, മറ്റൊന്ന് നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിൽ അവലംബിക്കുന്ന സമ്പൂർണമായ അവലംബവും ഖൽബിൽ. ശൈഖ് ഇവിടെ ഒരു ഫായത കൂടെ പറയുന്നു. 3 കാര്യങ്ങൾ തവക്കുൽ നമുക്കുണ്ടാകണം ഇതോടൊപ്പം. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള അറിവും അവനെ കുറിച്ചുള്ള ഈമാനിലുള്ള ഉറപ്പും നമ്മുടെ ഹൃദയത്തിൽ. തൗഹീദുൽ മഅരിഫത്തി വൽ ഇസ്ബാത്ത് എന്ന് പറഞ്ഞാൽ തൗഹീദുർ റുബൂബിയ്യത്തും തൗഹീദുൽ അസ്മാഇ വസിഫത്തും. തൗഹീദുർ റുബൂബിയ്യത്തും തൗഹീദുൽ അസ്മാഇ വസിഫത്തും അല്ലാഹുവിനെ കുറിച്ചുള്ള ഈമാനിൽ നമുക്ക് സ്ഥിരതയും അതുപോലെ തന്നെ ഉറപ്പും അറിവും സമ്മാനിക്കുന്ന തൗഹീദാണ്. നമ്മൾ അറിയേണ്ട, നമ്മൾ സ്ഥിരീകരിക്കേണ്ടുന്ന, നമ്മുടെ അറിവായി നമ്മൾ സംഭരിക്കേണ്ടുന്ന തൗഹീദാണ് തൗഹീദുർ റുബൂബിയ്യത്തും തൗഹീദുൽ അസ്മാഇ വസിഫത്തും. നമ്മുടെ അമലിനെ ബാധിക്കുന്ന തൗഹീദുൽ അമലാണ് ഏത്? തൗഹീദുൽ ഉലൂഹിയ്യ. അതാണ് നമ്മുടെ ഇബാദത്തിനെ ബാധിക്കുന്നത്. തൗഹീദുർ റുബൂബിയ്യത്തും തൗഹീദുൽ അസ്മാഇ വസിഫത്തും ഇല്ലാത്ത ഒരാൾക്ക് തവക്കുലാക്കാൻ പറ്റും? പറയുന്നുണ്ട്
നമ്മൾ നേരത്തെ പറഞ്ഞ മുഖദ്ദിമകൾ നിങ്ങളൊന്ന് ചേർത്ത് വായിച്ചു നോക്കൂ. അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ കുറിച്ച്, അള്ളാഹുവിൻ്റെ അസ്മാകളെ കുറിച്ച് അറിയാത്തവൻ, അറിയേണ്ടതുപോലെ അറിയാത്തവൻ തവക്കുലാക്കേണ്ട പോലെ തവക്കുലാക്കുമോ? അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റുബൂബിയത്തിനെ കുറിച്ച്, അവൻ്റെ റുബൂബിയത്തിൻ്റെ വിശേഷണങ്ങളെ കുറിച്ച് അറിയാത്തവൻ, അള്ളാഹുവാണ് സകലതും നിയന്ത്രിക്കുന്നവൻ, സൃഷ്ടാവനാണ്, ഉടമസ്ഥനവനാണ്, നിയന്താവനാണ്, ജീവിപ്പിക്കുന്നവനവനാണ്, മരിപ്പിക്കുന്നവനവനാണ്, രക്ഷിക്കുന്നവനും ശിക്ഷിക്കുന്നവനും, രോഗം നൽകുന്നവനും ശമനം നൽകുന്നവനും ഉയർത്തുന്നവനും താഴ്ത്തുന്നവനും നൽകുന്നവനും തടയുന്നവനും അവനാണ്. അള്ളാഹുവിൻ്റെ റുബൂബിയത്തിൻ്റെ വിശേഷണങ്ങൾ അറിയാത്തവന് തവക്കുലാക്കാൻ സാധിക്കില്ല, തവക്കുലിൻ്റെ പൂർണ്ണതയിലെത്താൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തൗഹീദ് റുബൂബിയത്തും തൗഹീദുൽ അസ്മാഇ വസിഫാത്തും എത്രത്തോളം ആഴത്തിൽ ഒരാൾ പഠിക്കുന്നോ അത്രത്തോളം അവൻ്റെ തവക്കുൽ സുദൃഢമാകും. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയിൽ നിന്ന് ധരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 3 വിഭാഗം ആളുകൾ അവർക്ക് തവക്കുൽ അറിയില്ല, അവർക്ക് തവക്കുലാക്കാൻ സാധിക്കുകയില്ല. ഒന്ന് ഫൈലസൂഫ്, തത്വചിന്തകന്മാർ, ബുദ്ധിജീവികൾ എന്ന് വിശേഷിപ്പിക്കുന്ന ചിന്തയും കൊണ്ട് നടക്കുന്ന മുഫക്കിരീങ്ങൾ. 2 അൽ ഖദരി നാഫി, അള്ളാഹുവിൻ്റെ ഖദറിനെ, റുബൂബിയത്തിൻ്റെ സുപ്രധാനമായ വിശേഷണത്തെ നിഷേധിക്കുന്ന ഖദറിൽ വിശ്വാസമില്ലാത്ത ആളുകൾ, അവർക്ക് തവക്കുലാക്കാൻ സാധിക്കില്ല. ഖദറിൽ വിശ്വസിക്കാത്ത എങ്ങനെയാണ് തവക്കുലാക്കുക? അതുപോലെ തന്നെ വൽ ജഹ്മി അൽ മുഅത്തിൽ, അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ നിഷേധിക്കുന്ന ജഹ്മിയും മുഅത്തിലത്തിൻ്റെ ആളുകളും അവർക്കും തവക്കുലാക്കാൻ സാധിക്കില്ല. കാരണം അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ അവർ നിഷേധിക്കുന്നവരാണ്, ഇവർക്ക് തവക്കുലിന് അറിയില്ല. 2ാമത്തെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ ബദ്ലുൽ അസ്ബാബ്, തവക്കുലിൽ അനിവാര്യമായും ഉണ്ടാകേണ്ടുന്ന 2ാമത്തെ കാര്യം കാരണങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളത്. ഇതാണ് തവക്കുലിൻ്റെ 2ാമത്തെ സ്തംഭം. അള്ളാഹു ശറഅാക്കിയ, ശറഇൽ അനുവദിച്ചിട്ടുള്ള ഹലാലായ മശ്റൂആയ കാരണങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അത് ഈ ഹദീസിൽ നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട പാഠാണ്. ചില ആളുകൾ പറയും തവക്കുൽ എന്ന് പറഞ്ഞാൽ അത് പ്രവർത്തിക്കാതെ ചടഞ്ഞിരുന്നു കൊണ്ട് അള്ളാഹുവിൽ ബലമേൽപ്പിക്കലാണ്. അതിനെ തവക്കുൽ എന്ന് പറയില്ല, അതിനെ തവാക്കുൽ എന്നാണ് പണ്ഡിതന്മാർ വിളിച്ചിട്ടുള്ളത്. കാരണങ്ങൾ പ്രവർത്തിക്കാതെ തവക്കുലാക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. അവർക്കുള്ള മറുപടി ഹദീസിലുണ്ട്. എന്താണത്? പക്ഷികൾ കൂട്ടിൽ നിന്ന് ഒട്ടിയ വയറുമായി അവർ പറന്നകലുന്നുണ്ട് അന്നം തേടി. എന്നിട്ടാണ് അവർ നിറവയറുമായി തിരിച്ചു വരുന്നത്. അവർക്ക് വേണ്ടുന്ന ഭക്ഷണത്തിന് വേണ്ടി പണിയെടുക്കുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്. ആ കാരണം അവർ പ്രവർത്തിച്ചതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ വയറ് നിറക്കുന്നുണ്ട്. അതുകൊണ്ട് കാരണങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളത് തവക്കുലിന്റെ തൂണാണ്, സ്തംഭമാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു തവക്കുലിന്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഇത്തിസാലുൻ വൻഫിസാലുൻ. പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പറഞ്ഞ വ്യത്യസ്ത പാഠങ്ങളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്. തവക്കുൽ എന്ന് പറഞ്ഞാൽ അതിൽ ഇത്തിസാലുമുണ്ട്, ഇൻഫിസാലുമുണ്ട്. ഇത്തിസാൽ എന്ന് പറഞ്ഞാൽ ഇത്തിസാലുൽ ജവാരി ബിസ്സബബ്, കാരണങ്ങളുമായി നമ്മുടെ അവയവങ്ങൾ ബന്ധിപ്പിക്കുക, അതാണ് ഇത്തിസാൽ. അത് നമ്മൾ പ്രവർത്തിക്കണം, നമ്മുടെ അവയവങ്ങൾ കൊണ്ട് നമ്മൾ കാരണങ്ങൾ പ്രവർത്തിക്കണം, അതാണ് ഇത്തിസാൽ. കാരണങ്ങളുമായി നമ്മൾ ബന്ധപ്പെടണം, പ്രവർത്തിക്കണം. 2ാമത്തെ ഭാഗം ഇൻഫിസാൽ, നമ്മൾ കാരണങ്ങളിൽ നിന്ന് വേർപ്പെടണം. എപ്പോ? കാരണങ്ങൾ പ്രവർത്തിച്ചതിന് ശേഷം നമ്മുടെ ഖൽബ് കാരണങ്ങളിൽ നിന്ന് വേർപ്പെടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാരണങ്ങളെ നിയന്ത്രിക്കുന്ന, കാരണങ്ങൾ സൃഷ്ടിച്ച റബ്ബിൽ മാത്രം ബന്ധപ്പെടണം. കാരണങ്ങൾ പ്രവർത്തിക്കണം. കാരണങ്ങളിൽ നിന്ന് ഖൽബിനെ വേർപ്പെടുത്തി അല്ലാഹുവിൽ മാത്രം കാര്യങ്ങൾ അവലംബിക്കണം. ഇതാണ് തവക്കുൽ. തവക്കുലിനെ മറ്റൊരു രൂപത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചത് ഇങ്ങനെയാണ്. മഹാനായ ഹാഫിദ് ഇബ്നുൽ ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹം തവക്കുലിനെ നിർവചിച്ചതായി കാണാം. അന്നഹു അറഫ തവക്കുൽ അന്നഹു ഖത്ഉ നദരി ഇലൽ അസ്ബാബ് ബഅദ ബദ്ലിൽ അസ്ബാബ്. കാരണങ്ങൾ പ്രവർത്തിച്ചതിന് ശേഷം കാരണങ്ങളിലേക്ക് നോക്കാതെ ഇരിക്കുക, കാരണങ്ങളിൽ നിന്ന് നോട്ടത്തെ ഛേദിക്കുക, നോട്ടത്തെ മുറിച്ചു കളയുക. ചെയ്യാനുള്ള ചെയ്യുക, പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോട്ടമില്ല, പിന്നെ അങ്ങോട്ടേക്ക് നമ്പറില്ല, പിന്നെ അങ്ങോട്ടേക്ക് ബന്ധമില്ല. പിന്നീട് അവലംബവും നോട്ടവും തിരിഞ്ഞു കളയിലും അല്ലാഹുവിലേക്ക് മാത്രം ഖൽബുകൊണ്ട്. ഇതാണ് തവക്കുലിന്റെ ഹഖീഖത്ത്, ഇതാണ് തവക്കുലിന്റെ യാഥാർത്ഥ്യം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം മദാരിജുസ് സാലിക്കീനിൽ മനോഹരമായ മറ്റൊരു രൂപത്തിൽ വിശദീകരിച്ചതായി കാണാം. തവക്കുലിന്റെ ഡെഫിനിഷൻ: تعريف التوكل بأنه اضطراب بلا سكون وسكون بلا اضطراب. തവക്കുൽ എന്ന് പറഞ്ഞാൽ
അടങ്ങിയിരിക്കാതെ ചലിക്കലും അടങ്ങിയിരുന്നു കൊണ്ട് ചലിക്കാതിരിക്കലുമാണ്. രണ്ടുമാണ് തവക്കുൽ. അടങ്ങിയിരിക്കാതെ ചലിക്കപ്പോഴാണ് കാരണങ്ങൾ പ്രവർത്തിക്കുമ്പോൾ. കാരണങ്ങൾ പ്രവർത്തിക്കാതെ അടങ്ങിയിരിക്കാൻ പറ്റുമോ? ഒന്നും ചെയ്യാതെ പൈസ ഉണ്ടാക്കണം, സമ്പാദിക്കണം, പക്ഷെ പണിയെടുക്കാൻ വയ്യ, കുട്ടികളുണ്ടാകണം, സന്താന സൗഭാഗ്യം വേണം, പക്ഷെ വിവാഹം കഴിക്കില്ല. അടങ്ങിയിരുന്നിട്ട് തവക്കുലാക്കാൻ പറ്റുമോ? ഇല്ല. അടങ്ങിയിരിക്കരുത്, പ്രവർത്തിക്കണം, ഇൽത്തിറാം, അനങ്ങണം, പണിയെടുക്കണം, ബിലാസുക്കും, നിഷ്ക്രിയരായിരിക്കരുത്. എന്തിന്? കാരണങ്ങൾ പ്രവർത്തിക്കാൻ. കാരണങ്ങൾ പ്രവർത്തിച്ചിട്ടോ വസുക്കൂനുൽ ഇൽത്തിറാം, കാരണങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അടങ്ങിയിരിക്കുക, ഹൃദയത്തിൽ ചാഞ്ചല്യമില്ലാതിരിക്കുക, പൂർണ്ണമായും അള്ളാഹുവിൽ അവലംബിച്ച് ശാന്തമാകുന്ന ഹൃദയത്തിൽ നീ അടങ്ങിയിരിക്കുക. പിന്നെ നീ ചഞ്ചലിതനാകരുത്, പിന്നെ നീ അനങ്ങരുത്. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ തവക്കുൽ എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കാനുള്ളത് പണിയെടുത്ത് അധ്വാനിച്ച് പ്രവർത്തിക്കുക. പ്രവർത്തിച്ചതിന് ശേഷം പിന്നീട് ആവലാതിപ്പെടാതിരിക്കുക, ആശങ്കപ്പെടാതിരിക്കുക, ഹൃദയത്തിൽ ചാഞ്ചല്യമില്ലാതിരിക്കുക, അള്ളാഹു സമ്പൂർണ്ണമായി അവലംബിക്കുക, ഖൽബ് അള്ളാഹുലേക്ക് തിരിച്ചുവിടുക പൂർണ്ണമായി, പിന്നെ കാരണങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാതിരിക്കുക. ഇതാണ് തവക്കുലിന്റെ യാഥാർത്ഥ്യമെന്ന് അദ്ദേഹം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. തവക്കുലിന്റെ മൂന്നാമത്തെ റുക്കൻ അപ്പൊ എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ ഖൽബ് കൊണ്ട് സമ്പൂർണ്ണമായി അവലംബിക്കുക, പൂർണ്ണമായും അള്ളാഹുവിലേക്ക് തിരിഞ്ഞു കളയുക എന്നതാണ് തവക്കുൽ. പണ്ഡിതന്മാർ പറയാറുണ്ട്, നിന്റെ കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുക. കാരണം നീ പിന്നെയും കാരണങ്ങളിലേക്ക് തിരിഞ്ഞു നടക്കുന്നതിനേക്കാൾ നിന്നോട് നിന്റെ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ്. നിന്നോട് നിന്നേക്കാൾ അടുത്തവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് അവനിൽ മാത്രം നീ കാര്യങ്ങൾ ബരമേൽപ്പിക്കുക എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. സഹോദരങ്ങളെ, ഈ തവക്കുലിന്റെ വിഷയത്തിൽ ആളുകൾ പല തട്ടിലുണ്ട്. ഇതാണ് തവക്കുലിനെ ബാധിക്കുന്ന വിധികൾ. ഒന്നാമത്തെ വിഭാഗം ഈ തവക്കുലിന്റെ വിഷയത്തിൽ വലിയ ശിർക്കിൽ അകപ്പെട്ടിട്ടുള്ള ആളുകൾ, വലിയ ശിർക്ക് തവക്കുലിൽ സംഭവിച്ചിട്ടുള്ള ആളുകൾ. അവർ 3 തരക്കാരാണ്. തവക്കുലിന്റെ വിഷയത്തിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വലിയ ശിർക്ക് സംഭവിച്ചിട്ടുള്ളവർ 3 വിഭാഗക്കാരാണ്. ഒന്നാമത്തെ വിഭാഗം, അവർ മരിച്ച ആളുകളെ നിരുപാധികം തവക്കുലാക്കുന്നവരാണ്. മരണപ്പെട്ട ഖബറുകളിലുള്ള ആളുകളെ, മക്ബറയിൽ മറമാടപ്പെട്ടവരെ മുത്തലക്കൻ നിരുപാധികം തവക്കുലാക്കുക. മരിച്ചവരാരാകട്ടെ, മരിച്ചവരിൽ തവക്കുലാക്കുക എന്നുള്ളത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വലിയ ശിർക്കിൽപ്പെട്ടതാണ്. രണ്ടാമതായി, മരിച്ചവരല്ല, ജീവിച്ചിരിക്കുന്നവരാണ്, പക്ഷേ സ്ഥലത്തില്ല, ഗായിബീങ്ങളാണ്, മറഞ്ഞ ആളുകളാണ്. സ്ഥലത്തില്ലാത്ത, ഹാദിറല്ലാത്ത ഗായിബീങ്ങൾ, ജിന്നാകട്ടെ, മലക്കാകട്ടെ, മനുഷ്യരാകട്ടെ, സ്ഥലത്തില്ലാത്ത ആരുമാകട്ടെ, അവരെ തവക്കുലാക്കുക എന്നുള്ളത് ശിർക്കുൻ അക്ബർ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വലിയ ശിർക്ക്. ഇത് തന്നെയാണ് ദുആഇന്റെ ഇസ്തിഗാസന്റെ വിഷയത്തിലൊക്കെ നമുക്ക് പറയാനുള്ളത്. മനുഷ്യരോട് ദുആ ചെയ്താൽ ആരാകട്ടെ, മറിഞ്ഞ ആളുകളോട്, ജീവിച്ചിരിക്കുന്നുണ്ട് പക്ഷെ സ്ഥലത്തില്ല, വാപ്പയാണ് ഗൾഫിലാണ്, ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്, ഹയാത്തിലുണ്ട്, ഇവിടുന്ന് വിളിച്ചാലോ, ദുആ ചെയ്ത ഫോണിൽ വിളിക്കുന്നതിനെ കുറിച്ചല്ല ഈ പറയുന്നത്. വാപ്പാക്ക് കഴിയുന്ന കാര്യം തന്നെ, അല്ലെങ്കിൽ ഭാര്യക്കോ ഭർത്താവിനോ കഴിയുന്ന കാര്യം തന്നെ, ജീവിച്ചിരിക്കുന്നുണ്ട്, സ്ഥലത്തില്ല, ഇവിടുന്ന് വിളിക്കാൻ പറ്റുമോ? പറ്റൂല. ശിർക്കാണ്, ശിർക്കുൻ അക്ബർ. അതുപോലെ തന്നെ മറഞ്ഞ ആളുകൾ, അവർക്ക് മേൽ കാര്യങ്ങൾ ഏൽപ്പിക്കുക, ബലമേൽപ്പിക്കുക എന്നുള്ളത്, സ്ഥലത്തില്ലാത്തവരെ തവക്കുലാക്കുക എന്നുള്ളത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വലിയ ശിർക്കാണ്. മൂന്നാമതായി, സ്ഥലത്തുണ്ട്, ജീവിച്ചിരിപ്പുണ്ട്, ഹയ്യുമാണ്, ഹാദിറാണ്, പക്ഷേ അയാൾക്ക് കഴിയാത്ത കാര്യമാണ് അയാൾ നമ്മൾ ഏൽപ്പിക്കുന്നത്. കഴിയാത്ത കാര്യങ്ങൾ, ഒരു സൃഷ്ടിക്ക് കഴിയാത്ത കാര്യത്തിൽ അയാൾ തവക്കുലാക്കുക. എൻ്റെ കാര്യങ്ങൾ, എൻ്റെ കച്ചവടത്തിൽ ബറക്കത്തിന് വേണ്ടി ഇതാ എൻ്റെ ബോസിനെ, അദ്ദേഹം എൻ്റെ സന്നിധിയിലുണ്ട്, എൻ്റെ മുമ്പിലുണ്ട്, താങ്കളെ ഞാൻ കാര്യങ്ങൾ ബലമേൽപ്പിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. സൃഷ്ടികൾക്ക് കഴിയാത്ത കാര്യത്തിൽ അവരെ ബലമേൽപ്പിക്കാൻ അവർ സ്ഥലത്തുണ്ടെങ്കിൽ, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വലിയ ശിർക്കാണ്. അപ്പോൾ മരിച്ച മയ്യത്തുകളോട് ബലമേൽപ്പിക്കുന്നതും, മറഞ്ഞ ആളുകൾ അവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ശരി ബലമേൽപ്പിക്കുന്നതും, ജീവിച്ചിരിക്കുന്ന സ്ഥലത്തുള്ള ഹാദിറായ ആളുകളോട് ബലമേൽപ്പിക്കുന്നതും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വലിയ ശിർക്കിന്റെ പരിധിയിൽപ്പെടുന്ന തവക്കുലിന്റെ രൂപങ്ങളാണ്. രണ്ടാമത്തെ വിഭാഗം തവക്കുലിന്റെ വിഷയത്തിൽ ചെറിയ ശിർക്കിലകപ്പെട്ടവരാണ്. എങ്ങനെയാണ് ചെറിയ ശിർക്ക് സംഭവിക്കുക? പണ്ഡിതന്മാർ പറയുന്നത്,
وقع منه نوع من التفات واعتماد بقلبه على مخلوق فيما يقدر عليه. അതായത് അവർ മയ്യത്തിനെ തവക്കുലാക്കിയിട്ടില്ല, മറഞ്ഞ ആളെയും തവക്കുലാക്കിയിട്ടില്ല. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ രൂപത്തിൽ വലിയ ശിർക്കിലേക്ക് എത്തുന്ന മൂന്നാമത്തെ രൂപം എന്താ? സ്ഥലത്തുള്ള ജീവിച്ചിരിപ്പുള്ള ആൾക്ക് കഴിയാത്ത കാര്യം അയാൾ തവക്കുലാക്കിയിട്ടില്ല. സ്ഥലത്തുള്ള ജീവിച്ചിരിപ്പുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിയുന്ന കാര്യമാണ് ഏൽപ്പിച്ചത്, കഴിയുന്ന കാര്യമാണ് അവരെ ഏൽപ്പിച്ചത്. പക്ഷേ അവരുടെ ഹൃദയത്തിൽ ഇവരെ കൊണ്ട് ഈ കാര്യം നടത്തുന്നവൻ ആരാണ്? ഇവരുടെ കൽബുകളെയും പ്രവർത്തനങ്ങളെയും ഹൃത്തടങ്ങളെയും കാഴ്ചയെയും കേൾവിയെയും അവരുടെ ഉച്ഛ്വാസവായുവിനെ പോലും നിയന്ത്രിക്കുന്നത് ആരാണ്? റബ്ബാണ്. ആ റബ്ബിലേക്കുള്ള പൂർണ്ണമായ അവലംബത്തിന് പകരം ഒരു കാര്യത്തിന് നമ്മൾ ഒരാളെ അവലംബിച്ചു, ഒരാളെ കാര്യം ഏൽപ്പിച്ചു, അത് അയാൾ നിയന്ത്രിക്കുമെന്ന, അയാൾക്കതിലൊരംശം പങ്കുണ്ട്, അയാൾക്കതിൻ്റെ നിയന്ത്രണാധികാരമുണ്ട്, അയാൾക്കത് സാധിക്കുമെന്ന് ഒരു ചെറിയൊരംശം തിരിഞ്ഞുനോട്ടം കൽബിൽ നിന്ന് അള്ളാഹുവിൽ നിന്ന് തെറ്റിയുണ്ടായി. കഴിയുന്ന കാര്യമാണ്, അയാൾക്ക് കഴിയുന്ന കാര്യമാണ്. പക്ഷേ അള്ളാഹു സമ്പൂർണമായി ഹൃദയം തിരിയാന്ന് പറഞ്ഞില്ലേ, സുകൂനുൻ ബിലൽ തിറാബ് എന്ന് പറഞ്ഞില്ലേ, പറഞ്ഞില്ലേ, കാരണങ്ങൾ അയാളെ ഏൽപ്പിക്കാനുള്ളത് ഏൽപ്പിച്ചു, അയാളെ ചെയ്യട്ടെ. പിന്നെ തിരിഞ്ഞ് കൽബ് നടക്കേണ്ടത് ആരിലേക്കാണ്? കാരണങ്ങളിലേക്ക് നോക്കാതെ അള്ളാഹുവിൽ അടങ്ങണം കൽബ്. അതടങ്ങാതെ അയാളിലേക്ക് അല്ലെങ്കിൽ ഏൽപ്പിക്കപ്പെട്ട സൃഷ്ടിയിലേക്ക് കൽബ് തിരിഞ്ഞോടും. അത് വലിയ ശിർക്കാവോ? വലിയ ശിർക്കാവണമെങ്കിൽ നേരത്തെ പറഞ്ഞ 3 രൂപത്തിൽ വരണം. അതിൽ വന്നിട്ടില്ല. സൃഷ്ടിക്ക് കഴിയുന്ന കാര്യം കൽബിന്റെ തിരിഞ്ഞോട്ടം അല്പം സൃഷ്ടിയിലേക്ക് തെറ്റിമാറി. എന്താണത്? ശിർക്കുൻ അസ്ഗർ. ഇസ്ലാം നിന്ന് പുറത്തു പോകാത്ത ചെറിയ ശിർക്കിന്റെ പരിധിയിലാണ് അത് പെടുക. പണ്ഡിതന്മാർ പറയുന്നു, ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് സാഹചര്യങ്ങൾ ഇത് വരും അല്ലെ. പല കാര്യങ്ങൾക്കും വേണ്ടി വീട് പണിയാൻ, അതുപോലെ തന്നെ കച്ചവട സ്ഥാപനങ്ങൾ, അതിൻ്റെ രേഖകളുമായി ബന്ധപ്പെട്ട് പലരും നമ്മൾ സമീപിക്കേണ്ടി വരും. പല സ്ഥലത്തും നമ്മൾ സ്വാധീനം ചെലുത്തേണ്ടി വരും. പല ഉന്നത സ്ഥാനീയരെയും നമ്മൾ സമീപിക്കേണ്ടി വരും. അവരൊക്കെ ഏൽപ്പിക്കേണ്ട നമുക്ക് ഏൽപ്പിക്കാം. അവരെ കൊണ്ട് പ്രവർത്തിക്കേണ്ട കാരണങ്ങൾ അതിനുവേണ്ടി നമ്മൾ പണിയെടുക്കാം. പക്ഷെ പിന്നെ നമ്മൾ തിരിയേണ്ടത്, ചെയ്യാനുള്ളത് ചെയ്തിട്ട് നമ്മൾ തിരിയേണ്ടത് സമ്പൂർണമായി അള്ളാഹുലേക്കാണ്. നമ്മൾ പിന്നെ അവരെ പിന്നാലെ കൂടെ നമ്മൾ ആ സമയത്ത് അള്ളാഹുലേക്ക് തവക്കുൽ പുതുക്കാനോ ഈ തവക്കുൽ ഊട്ടിയുറപ്പിക്കാനോ അതിൻ്റെ പേര് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ നിൽക്കാതെ അയാളെങ്ങനെ ഫോളോ അപ്പ് ചെയ്യും? അയാളുടെ പിന്നാലെ കൂടും. എന്തായി നിങ്ങളുടെ നമ്മളെ പ്രതീക്ഷ കൈവിടരുതേ. ഇങ്ങനെ പടപ്പുകളിലേക്ക് തിരിയും തോറും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തവക്കുൽ അന്യമായി കൊണ്ടേയിരിക്കും. ഇത് ശിർക്കുൻ അസ്ഗറാണ്, ശിർക്കുൻ ഖഫിയാണ്. ഗോപ്യമായി നമ്മുടെ ഹൃദയത്തിൽ തവക്കുലിനെ പിടികൂടുന്ന ശിർക്കാണ്. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, തവക്കുൽ എന്നത് ഖൽബിന്റെ പ്രവർത്തനമാണ്. ഖൽബിന്റെ പ്രവർത്തനം. ഫലാ ബുദ്ദ ഇദൻ മിൻ അൻ യകൂനൽ ഖൽബു അഖ്ലസ്. അതുകൊണ്ട് ഖൽബിൽ അള്ളാഹുവിന് മാത്രം എന്നത് എത്രത്തോളം നമുക്ക് ഊട്ടിയുറപ്പിക്കാൻ പറ്റൂ, അത്രത്തോളം തവക്കുലിന് തിളക്കവും മേന്മയും ഉണ്ടാകും. അള്ളാഹു അല്ലാത്തവരിലേക്ക്, അവൻ്റെ പടപ്പുകളിലേക്ക് ഒരു ഘട്ടത്തിലും കാരണങ്ങൾ പ്രവർത്തിച്ചതിന് ശേഷം നമ്മുടെ ഖൽബ് തിരിയരുത് എന്നതാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ഇതാണ് തവക്കുലിൻ്റെ വിഷയത്തിൽ വ്യതിചരിച്ചിട്ടുള്ള 2 വിഭാഗം ആളുകൾ. വലിയ ശിർക്കിലകപ്പെടുന്ന 3 വിഭാഗം, ചെറിയ ശിർക്ക് സംഭവിക്കുന്ന മറ്റൊരു വിഭാഗം. മൂന്നാമത്തെ വിഭാഗം ആളുകൾ ما يقع من بعض الناس حينما يتركون بذل الأسباب وظنهم أنهم بهذا يكونون متوكلين. അവർ കാരണങ്ങൾ പ്രവർത്തിക്കില്ല, കാരണങ്ങൾ പ്രവർത്തിക്കാതെ അള്ളാഹു ഞങ്ങൾ തവക്കുലാക്കി എന്ന് പറയുന്ന ആളുകൾ. കാരണങ്ങൾ പ്രവർത്തിക്കാതെ, ചെയ്യേണ്ടത് ചെയ്യാതെ, നേരത്തെ പറഞ്ഞ പോലെ വിശപ്പ് മാറണം ഭക്ഷണം കഴിക്കില്ല, ദാഹം മാറണം വെള്ളം കുടിക്കില്ല, സമ്പാദിക്കണം അധ്വാനിക്കാൻ തയ്യാറല്ല, കുട്ടികൾ ഉണ്ടാകണം വിവാഹം കഴിക്കാൻ തയ്യാറല്ല. കാരണങ്ങൾ പ്രവർത്തിക്കാതെ എന്നിട്ട് കുട്ടികൾ ഉണ്ടാകാൻ, സമ്പാദ്യം ഉണ്ടാകാൻ, വിശപ്പും ദാഹം മാറാൻ അള്ളാഹു ഞങ്ങൾ ബലമേൽപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെ വിശ്വസിക്കുന്ന കൂട്ടരുണ്ട്. അതാണ് തവക്കുലിന്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. ആ ഒരു വിഷയത്തിൽ വമ്പിച്ച വഴികേടിലാണ്. കാരണം ഇത് ബുദ്ധി അംഗീകരിക്കോ? ഈ പറയുന്ന ആളുകൾ, പണ്ഡിതന്മാർ ഇവർക്ക് നൽകിയ മനോഹരമായ മറുപടിയിൽ കാണാം, ഈ തവക്കുൽ എന്ന് പറയുന്നത് തന്നെ ഒരു സബബാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അള്ളാഹുവിൽ നിന്ന് നേടാൻ, നമ്മൾ ഭയക്കുന്ന അനിഷ്ടകരമായ കാര്യങ്ങളിൽ അള്ളാഹുവിൽ നിന്ന് സുരക്ഷയൊരുങ്ങാൻ, രക്ഷ ലഭിക്കാൻ
നമ്മൾ സ്വീകരിക്കുന്ന ഖൽബ് കൊണ്ടുള്ള ഇബാദത്താകുന്ന ഒരു സബബാണ്. ഈ തവക്കുൽ കൊണ്ട് അള്ളാഹു എന്നുള്ള രക്ഷയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. തവക്കുൽ അതിനുള്ള സബബാണ്. അള്ളാഹു എന്നുള്ള സഹായമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. തവക്കുൽ അതിനുള്ള സബബാണ്, ഇബാദത്താകുന്ന സബബാണ്. തവക്കുൽ എന്നൊരു സബബാണ്. അതുകൊണ്ട് ഈ തവക്കുലിന് സബബുകൾ, കാരണങ്ങൾ പ്രവർത്തിക്കേണ്ടതില്ല എന്ന് പറയുന്നവർ ഒമ്പിച്ച വഴികേടില്ല, സാധിക്കില്ല. കാരണങ്ങൾ പ്രവർത്തിക്കാതെ ഒരു മനുഷ്യനോട് ജീവിക്കാൻ സാധിക്കുമോ? അങ്ങനെ ഈ വിഷയത്തിൽ അതിര് കവിഞ്ഞ ഒരാളുടെ കഥ പണ്ഡിതന്മാർ പറയലുണ്ട്. അയാളൊരു യാത്ര പോയി. അയാൾ യാത്ര പോയപ്പോൾ അയാൾ യാത്രക്ക് വെള്ളമോ മറ്റു പാതയമോ അയാൾ ഉടുത്ത വസ്ത്രമോ ഒന്നുമില്ലാതെ മറ്റൊന്നും എടുത്തിട്ടില്ല. അയാളുടെ കയ്യിൽ പക്ഷേ 3 സാധനങ്ങളുണ്ട്. ഒന്ന്, ഒരു നൂലിൻ്റെ കുറച്ച് നൂലുകൾ ശേഖരിച്ചിട്ടുണ്ട് അയാൾ, ഹൈത്ത്. പിന്നെ ഇബറത്ത്, തുന്നുന്ന സൂചി, നൂല് ഉപയോഗിച്ച് തുന്നുന്ന സൂചി. പിന്നെ ഒരു തോൽപാത്രം, വെള്ളമൊന്നുമില്ലേ. അപ്പോൾ ഇയാളോട് ചോദിച്ചു, നിങ്ങൾ കാരണങ്ങൾ സ്വീകരിക്കാതെ തവക്കുലാക്കുന്നവനാണെങ്കിൽ എന്തിനാണ് ഈ കാരണങ്ങൾ സ്വീകരിച്ചത്? നൂലും അതുപോലെ തന്നെ സൂചിയും ഈ തോൽപാത്രവും എന്തിനാണ്? അല്ല, അത് തവക്കുലിനെതിരാകുകയില്ല. എനിക്കൊരു വസ്ത്രമുള്ളൂ, ചിലപ്പോൾ അത് കീറി പറഞ്ഞേക്കാം. അങ്ങനെ കീറി പറഞ്ഞാൽ ഞാൻ ഇബാദത്ത് ചെയ്യുമ്പോൾ നിസ്കരിക്കുമ്പോൾ ഔറത്ത് വെളിപ്പെട്ടേക്കാം. അപ്പം എൻ്റെ വസ്ത്രം തുന്നിച്ചേർക്കാനാണ് ഞാൻ ഈ നൂല് സൂചി എടുത്തത്. പിന്നെ മുതു എടുക്കാൻ എനിക്ക് വെള്ളം ശേഖരിക്കേണ്ടി വരും, ഒന്നുമില്ലാതെ നിസ്കരിക്കാൻ പറ്റുള്ളൂ. അതിനാണ് ഈ തോൽപാത്രം എടുത്തത്. സത്യത്തിൽ അത് സബബുകളല്ലേ? സബബുകളാണ്. അപ്പൊ സബബുകൾ സ്വീകരിക്കേണ്ടതില്ല എന്ന് പറയുന്നവർക്ക് അത് സാധ്യമല്ല. സബബുകൾ സ്വീകരിക്കാതിരിക്കുക എന്നുള്ളത് അസാധ്യമാണ്, അത് അസംഭവ്യമാണ്. അങ്ങനെ തവക്കുൽ സംഭവിക്കുകയില്ല. അത് ശറഉം ദീനും ബുദ്ധിയും എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. കാരണങ്ങൾ പ്രവർത്തിക്കുക, കാര്യങ്ങൾ നേടാനുള്ളത്. അത് നമ്മൾ ഈ ഹദീസ് പഠിക്കുന്ന പ്രധാനപ്പെട്ട പാടാണ്. പക്ഷികൾ ഇറങ്ങുന്നു, അവർ അധ്വാനിക്കുന്നു, അവർ ഭക്ഷണം തേടുന്നു, അവർ നിറവേറുമായി തിരിച്ചു വരുന്നു. ഇത് റസൂലുള്ളാഹിയും സ്വഹാബത്തും സലഫുകളും നമ്മെ പഠിപ്പിച്ച തവക്കുലിന്റെ മനോഹരമായ പാഠമാണ്. ശരി, 4ാമത്തെ വിഭാഗം, അവരുടെ പ്രത്യേകത തവക്കുലിന്റെ വിഷയത്തിൽ അകപ്പെട്ടിട്ടുള്ള 4ാമത്തെ വിഭാഗം, അവർ തവക്കുലിൽ വീഴ്ച വരുത്തുന്നവരാണ്. എങ്ങനെയാണ് അവർ വീഴ്ച വരുത്തുന്നത്? അവർ താഴ്ന്ന കാര്യങ്ങൾ അത് അല്ലാഹുവിൽ വരമേൽപ്പിക്കും. മഹനീയമായ കാര്യങ്ങൾ അതിലേക്ക് അല്ലാഹുവിലേക്കുള്ള തവക്കുൽ അവരുടെ ഖൽബിനുണ്ടാകുകയില്ല. ഈ താഴ്ന്ന കാര്യങ്ങളിൽ അല്ലാഹുവിനോട് വരമേൽപ്പിക്കുമെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എന്താ വരിക? ഞാൻ ചോദിക്കട്ടെ, നമ്മൾ അല്ലാഹുവിൽ വരമേൽപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണ്? നമ്മൾ അല്ലാഹുവിൽ തവക്കുലാക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ സങ്കല്പിച്ചു നോക്കി. നമ്മുടെ ജോലി, കച്ചവടം, കുടുംബം, സാമ്പത്തിക ഭദ്രത, ദുനിയാവിലെ സുഖം, ഐശ്വര്യം, ആരോഗ്യം, സൗഖ്യം, അല്ലേ? ഇസ്ലാമിൻ്റെ ഭാഷയിൽ താഴ്ന്ന കാര്യങ്ങൾ ഇതാണ്. ഐഹികമായ, നശ്വരമായ, നൈമിഷികമായ, നശിക്കുന്ന ദുനിയാവിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി അത്തരം കാര്യങ്ങൾ മാത്രം അല്ലാഹുവിൽ ഏൽപ്പിക്കുക എന്നുള്ളത് തവക്കുലിലുള്ള വീഴ്ചയാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ സദസ്സിൽ, ഈ മജ്‌ലിസിൽ വെള്ളിയാഴ്ച വൈകുന്നേരം വന്നിരുന്നു, ഇത്രയും സമയം പിന്നിട്ടു. നാളെ ഇൻഷാ അല്ലാഹ് അല്ലാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഈ ദൗറ പൂർത്തിയാക്കി നമ്മൾ മടങ്ങും. ഈ ദൗറയിലൂടെ നീളം എൻ്റെ ഈ പഠനത്തിൽ, ഇൽമിൻ്റെ മജ്‌ലിസിൽ ഞാൻ കേൾക്കുന്നത്, ഞാൻ പഠിക്കുന്നത്, ഞാൻ അറിയുന്നത്, ഞാൻ കുറിക്കുന്നത്, ഞാൻ മനഃപ്പാഠമാക്കുന്നത് എൻ്റെ ജീവിതത്തിൽ അമലാക്കാൻ, എൻ്റെ നന്മയുടെ ശേഖരത്തിൽ ഒരു മുതൽക്കൂട്ടാക്കാൻ, ഇതിനായി ജീവിച്ചു മരിച്ചു ഇതുകൊണ്ട് അല്ലാഹുവിനെ സ്വർഗത്തിൽ കണ്ടുമുട്ടാൻ, ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ അല്ലാഹുവിൽ തവക്കുലാക്കി എത്ര പേര് നമ്മളുണ്ട്? അതിനൊന്നും തവക്കുൽ ആവശ്യമില്ല. സഹോദരങ്ങളെ, ഏതു നിമിഷമാണ് നോക്കൂ നിങ്ങൾ, നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയാണ്. നിസ്കാരത്തിന്റെ അവസാനത്തിൽ നമ്മൾ ദുആ ചെയ്യുന്ന ദുആൻ അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അല്ലാഹു നിന്നെ ദിക്ർ ചെയ്യാൻ, നിനക്ക് ശുക്ർ ചെയ്യാൻ, നിനക്ക് മനോഹരമായ ഇബാദത്ത് ചെയ്യാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. തവക്കുലിന്റെ ഭാഷ്യമാണത്. അല്ലാഹുവിന്റെ സഹായമില്ലെങ്കിൽ ഒരു സുബ്ഹാനല്ലാഹ് പറയാൻ നമുക്ക് സാധിക്കുമോ? ഒരു അസ്തഗ്ഫിറുല്ലാഹ് ഖൽബ് തൊട്ട് പറയാൻ നമുക്ക് സാധിക്കുമോ? നിസ്കരിക്കാൻ സാധിക്കുമോ? നോമ്പെടുക്കാൻ സാധിക്കുമോ? നന്മകൾ കേൾക്കാൻ സാധിക്കുമോ? അത് പകർന്നു കൊടുക്കാൻ സാധിക്കുമോ? അത് ജീവിതത്തിൽ പകർത്താൻ സാധിക്കുമോ? നമ്മൾ പലപ്പോഴും ഇബാദത്തിന്റെ വിഷയത്തിൽ, നമ്മുടെ ജീവിതത്തിലെ നന്മകളുടെ വിഷയത്തിൽ, അമലു സ്വാലിഹാത്തുകളുടെ വിഷയത്തിൽ
പഠനത്തിന്റെ വിഷയത്തിൽ, പ്രവർത്തനത്തിന്റെ വിഷയത്തിൽ, പരലോകത്തേക്ക് നമ്മൾ സമ്പാദിക്കേണ്ടുന്ന പാതയങ്ങളുടെ വിഭവങ്ങളുടെ വിഷയത്തിൽ നമ്മൾ തവക്കുലാക്കുന്നില്ല. ഇത് തവക്കുലുള്ള വീഴ്ചയാണ്. അൽ ഖത പണ്ഡിതന്മാർ പറയുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ അശ്രദ്ധയിലായി തവക്കിൽ നിന്ന് നമ്മൾ ചടകുടഞ്ഞ് എഴുന്നേൽക്കണം. നോക്കൂ, നിങ്ങൾ താഴ്ന്ന നൈമിഷികമായ വില കുറഞ്ഞ ദുനിയാവിന്റെ വിഭവങ്ങൾക്ക് വേണ്ടി നമ്മൾ അള്ളാഹുവിൽ വരമേൽപ്പിക്കുന്നു. മഹനീയമായ ഉന്നതമായ ഈമാനിന്റെയും ഇസ്ലാമിന്റെയും ഇഹ്സാനിന്റെയും തലങ്ങൾ വെട്ടിപ്പിടിക്കാൻ തവക്കുലിൽ നമ്മൾ വിസ്മയിക്കുന്നു. സത്യത്തിൽ മഹനീയമായ ഈമാനിന്റെയും ഇസ്ലാമിന്റെയും തലങ്ങളിൽ ഈമാനും അമൽ സാലിഹാത്തുകളും സ്വരുക്കൂട്ടാനുള്ള ശ്രമങ്ങളിൽ നമ്മൾ അള്ളാഹു തവക്കുലാക്കിയാണ്. ദുനിയാവ് പിന്നാലെ വരുന്നത്. താഴ്ന്ന കാര്യങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എളുപ്പമുണ്ടാക്കി തരും. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖു മിൻ ഹൈസു ലാ യഹ്തസിബ്. അന്നമാണോ, ജോലിയാണോ, സമ്പാദ്യമാണോ, കുടുംബത്തെ പോറ്റുന്നതാണോ നമ്മുടെ ആശങ്ക? വയർസുഖു മിൻ ഹൈസു ലാ യഹ്തസിബ്. അല്ലാഹുവിനെ തവക്കുലാക്കടോ, അല്ലാഹുവിനെ തവക്കുലാക്കൂ, അല്ലാഹു തഖ്വ പാലിക്കൂ. അല്ലാഹു നിങ്ങൾ അറിയാത്ത രൂപത്തിൽ, നിന്റെ സ്വപ്നത്തിന്റെ ചിന്തയുടെ ഏഴയലത്ത് പോലും സ്പർശിക്കാത്ത രൂപത്തിൽ അല്ലാഹു നിന്റെ വയറ് നിറക്കുമെന്നാണ്. അല്ലാഹു തവക്കുലാക്കേണ്ടതുപോലെ തവക്കുലാക്കണം. ലൗ കുൻതും തവക്കുലൂന അലല്ലാഹി ഹഖ്ഖ തവക്കുലി. ദുനിയാവ് പിന്നാലെ വരുമെന്നാണ്. ദുനിയാവ് അല്ലാഹു എളുപ്പമാക്കി. ദുനിയാവിലെ അസ്ബാബുകൾ നാം തേടാതെ നമ്മെ തേടിയെത്തുമെന്നാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഇബാദത്തിൽ, നമ്മുടെ നോമ്പിൽ, നമ്മുടെ നിസ്കാരത്തിൽ, നമ്മുടെ ദുആകളിൽ, നമ്മുടെ ദിക്റുകളിൽ, നമ്മുടെ ദഅവാ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ പഠനങ്ങളിൽ, നമ്മുടെ പങ്കുവെക്കലുകളിൽ, ദീനിനു വേണ്ടി നമ്മൾ ഉരിയാടുന്ന ശബ്ദങ്ങളിൽ, ഷെയറുകളിൽ, കമന്റ്സുകളിൽ തവക്കുലുണ്ടാകട്ടെ. അല്ലാഹു എന്നുള്ള സഹായം നമ്മൾ പ്രതീക്ഷിക്കട്ടെ. അത്ഭുതങ്ങൾ ഉണ്ടാകും, വിപ്ലവങ്ങൾ ഉണ്ടാകും. മുൻഗാമികളുടെ ചരിത്രം നമുക്കതിന് പാഠമാണ്. അമ്പിയാക്കൾ ഇങ്ങനെ തവക്കുലാക്കുന്നവരായിരുന്നു. അതുകൊണ്ടാണ് അമ്പിയാക്കളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അമ്പിയാക്കളുടെ ഭാഷ്യമായി പറഞ്ഞത്, വമാ ലനാ അല്ലാ നതവക്കല അലല്ലാഹ് വഖദ് ഹദാനാ സുബുലനാ. അല്ലാഹുവിൽ ബരമേൽപ്പിക്കലല്ലാതെ നമുക്കൊന്നുമില്ല. അല്ലാഹുവിൽ ബരമേൽപ്പിക്കലായിരുന്നവരെ കാര്യപ്പെട്ട പണിയും പരിശ്രമവും അധ്വാനം. വഖദ് ഹദാനാ സുബുലനാ. അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് അവർക്ക് എളുപ്പം ചെയ്തു. ഫതവക്കൽ അലല്ലാഹി ഇന്നക അലൽ ഹഖിൽ മുബീൻ. അല്ലാഹുവിന്റെ റസൂലെ, താങ്കൾ അല്ലാഹുവിൽ ബരമേൽപ്പിക്കുക. അല്ലാഹു താങ്കളെ ഏറ്റവും ഹഖായ വ്യക്തമായ മാർഗത്തിൽ അടിയുറപ്പിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഹിദായത്തിന്റെയും ഈമാനിന്റെയും തൗഹീദിന്റെയും ഇത്തിബാഇന്റെയും ദീനിലുള്ള ഇസ്തിഖാമത്തിന്റെയും വിഷയത്തിൽ നമ്മൾ അല്ലാഹുവിൽ തവക്കുലാക്കുക എന്നുള്ളതാണ്. അഞ്ചാമത്തെ വിഭാഗം അവർ വാചികമായി അല്ലാഹുവിൽ തവക്കുലാക്കുന്നതിൽ അബദ്ധം സംഭവിക്കുന്നവരാണ്. വാക്കിൽ അവർക്ക് അല്ലാഹുവിൽ തവക്കുലാക്കുന്ന പ്രയോഗങ്ങളിൽ അബദ്ധം സംഭവിക്കുന്നു. അവരെ ഖൽബിൽ ചിലപ്പോൾ ഒന്നുണ്ടാവില്ല, പക്ഷെ വാക്കിൽ സംഭവിക്കുന്നു. ഏതുപോലെ? അത് മലയാളത്തിൽ എത്രത്തോളം പ്രായോഗികമാണെന്ന് നമുക്കറിയില്ല. അറബിയിൽ ഒരാൾ പറയണം തവക്കൽതു അലല്ലാഹ്. അല്ലാഹു തവക്കുലാക്കുന്ന അറബിയിൽ എങ്ങനെ പറയാം? തവക്കൽതു അലല്ലാഹ്. അതിനു പകരം തവക്കൽതു അലല്ലാഹി വഅലൈക. അല്ലാഹുവിലും താങ്കളിലും ആരെയാണ് നമ്മൾ സമീപിക്കുന്നത്? ഒരു സൃഷ്ടി ആവശ്യത്തിന് വേണ്ടി അല്ലാഹുവിലും താങ്കളിലും. ഏതുപോലെ? മാഷാ അല്ലാഹു വശിഅ്ത. അല്ലാഹും താങ്കളും ഉദ്ദേശിച്ചതുപോലെ എന്ന് നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യൻ വന്ന് പറഞ്ഞു. റസൂലുള്ളാഹ് കോപിച്ചുകൊണ്ട് തിരിച്ചു ചോദിച്ചു, അജഅൽതനി ലില്ലാഹി നിദ്ദ. നീ എന്നെ അള്ളാഹുവിനോട് സമനാക്കുകയാണോ? അപ്പൊ വാക്കിൽ, പ്രയോഗത്തിൽ അള്ളാഹു തവക്കുലാക്കുന്നതോടൊപ്പം താങ്കളിലും എന്ന് പറയാന്നുള്ളത് വാക്കിൽ സംഭവിക്കുന്ന ശിർക്കാണ്. അയാളുടെ മനസ്സിൽ ചിലപ്പോൾ ഉണ്ടാവില്ല. ഇയാളെ കാര്യം ഏൽപ്പിച്ചു, അയാളടുത്തുള്ള അസ്ബാബുകൾ സ്വീകരിച്ചു, ബാക്കി അള്ളാഹുലാണ് അവലംബം എന്ന ചിന്തയുള്ളൂ. പക്ഷേ വാക്കിൽ സംഭവിക്കുന്ന തവക്കുലിന്റെ പ്രയോഗത്തിലുള്ള അബദ്ധമാണ്. ശ്രദ്ധിക്കണം. നമ്മൾ മലയാളത്തിൽ സമാനമായ എന്ത് പറയുക? നമ്മൾ അള്ളാഹു താങ്കളിലും ബലമേൽപ്പിച്ചു എന്നൊന്നും പറയില്ല, ഏൽപ്പിച്ചു എന്ന് പറയും കാര്യം, അല്ലേ? ചിലര് അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, കൽബാണ് അടിസ്ഥാനം. നമ്മുടെ കൽബിൽ നമ്മൾ പരിശോധിക്കണം. ചില കാര്യങ്ങൾ ചിലരെ ഏൽപ്പിച്ചു. നിങ്ങളെ കേട്ടാണോ പ്രതീക്ഷ? വേറെ പ്രതീക്ഷയില്ലേ? നിങ്ങളാണ് നമ്മൾ അവലംബം എന്നൊക്കെ ചിലപ്പോൾ ആളുകൾ പറഞ്ഞു പോകും. ശ്രദ്ധിക്കണം.
തവക്കുൽ നിരക്കാത്ത പ്രയോഗമാണെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ വാക്കിൽ സംഭവിക്കുന്ന തവക്കുലിന്റെ പ്രയോഗമാണ്. അള്ളാഹുവിൽ ബലമേൽപ്പിച്ചു, പിന്നെ നിങ്ങളിലും കാര്യങ്ങൾ ഏൽപ്പിച്ചു എന്ന് പറയുന്നത് പോലും ശ്രദ്ധിക്കണം ഉലമാക്കൾ. ചില ഉലമാക്കൾ പിന്നെ ഇപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചു പിന്നെ നിങ്ങൾ ഉദ്ദേശിച്ചു എന്ന പ്രയോഗം തെറ്റില്ല. അതുപോലെ അള്ളാഹുവിൽ ബലമേൽപ്പിച്ചു പിന്നെ താങ്കളിലും എന്ന പ്രയോഗം പോലും ശ്രദ്ധിക്കണം. പിന്നെ എന്ന് ചേർത്തി പറയുന്നത് പോലും ശ്രദ്ധിക്കണമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, തവക്കുൽ എന്ന മഹത്തായ ഇബാദത്ത് അത് നമ്മുടെ ഹൃദയത്തിൽ ഈമാനികമായ സർവ്വ നന്മകളും പരിപോഷിപ്പിക്കുന്ന ദീനിൻ്റെ ഉന്നതമായ തലമാണ് എന്ന് ഞാൻ ആവർത്തിക്കുകയാണ്. മുൻഗാമികൾ ഈ വിഷയത്തിൽ എത്രത്തോളം ശ്രദ്ധ ചെലുത്തിരുന്നു എന്നത്, എത്രത്തോളം അവരിതിന് പ്രാധാന്യം കൽപ്പിച്ചിരുന്നത് അവരുടെ ആധാറുകൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. ചിലത് മാത്രം ഞാൻ കേൾപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. മഹാനായ സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, അത്തവക്കുലു അലല്ലാഹി ജിമാഉൽ ഈമാൻ. തവക്കുൽ എന്നത്, അള്ളാഹുവിൽ ബലമേൽപ്പിക്കുക എന്നത് ഈമാനിൻ്റെ സങ്കേതമാണ്. ഈമാനിൻ്റെ സർവ്വ നന്മകളും ഒരുമിച്ച് കൂട്ടുന്ന, ഈമാനിൻ്റെ സർവ്വ തലങ്ങളും ഒരുമിച്ച് കൂട്ടുന്ന ഈമാനിൻ്റെ ജിമാഅാണ്, സങ്കേതമാണ് തവക്കുൽ എന്ന് സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം. വേറെ ചിലർ പറഞ്ഞു, അത്തവക്കുലു അസ്ലുൽ ജമീഇ മഖാമാത്തിൽ ഈമാനി വൽ ഇഹ്സാൻ വലിജമീഇ അഅമാലിൽ ഇസ്ലാം. ഇസ്ലാമിൻ്റെ സർവ്വ നന്മകളും ഇസ്ലാമിൻ്റെ ഏറ്റവും ഉന്നതമായ പദവിയായ ഇഹ്സാൻ, അതുപോലെ തന്നെ ഈമാൻ, ഇതിൻ്റെ സർവ്വ തലങ്ങളും നമ്മിൽ വളർത്തുന്ന അടിത്തറയാണ് തവക്കുൽ. നേരത്തെ പറഞ്ഞതുപോലെ ശരീരത്തിൽ ഉടലിനുള്ള പ്രാധാന്യമാണ് ഈമാനികമായ ഇസ്ലാമികമായ ഇഹ്സാനിൻ്റെ തലങ്ങളുമായി പരിഗണിക്കുമ്പോൾ തവക്കുലുള്ള സ്ഥാനം. തവക്കുൽ എന്ന ഉടലിന്മേലാണ് ഇതെല്ലാം ശിരസായി നിലകൊള്ളുന്നത്. فكذلك لا يقوم الإيمان ومقاماته وأعماله إلا على ساق التوكل. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതാണ് ഈ വാചകം. മഹാനായ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു സലാം റളിയല്ലാഹു അൻഹു, അദ്ദേഹം അഹ്ലി കിതാബിൽപ്പെട്ട ആളായിരുന്നു. പിന്നീട് ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയായിരുന്നു അബ്ദുസ്സലാം ഇബ്നു സലാം റളിയല്ലാഹു അൻഹു. ഇവർ രണ്ടുപേരും ഒരിക്കൽ കണ്ടുമുട്ടി. അങ്ങനെ രണ്ടാളൊരാൾ തൻ്റെ സഹോദരനോട് പറഞ്ഞു, ഇൻ ലഖീത റബ്ബക ഫഅഖ്ബിർനി മാദാ ലഖീത മിൻ. താങ്കൾ മരിച്ചു കഴിഞ്ഞാൽ, താങ്കൾ റബ്ബിനെ കണ്ടുമുട്ടിയാൽ എന്താണ് താങ്കൾ റബ്ബിങ്കൽ താങ്കളുടെ നന്മയായി കണ്ടുമുട്ടുന്നത്? എന്താണ് താങ്കൾക്ക് താങ്കളുടെ നന്മയുടെ ശേഖരത്തിൽ അവിടെ കണ്ടെത്താൻ സാധിക്കുന്നത് എന്ന് എന്നോട് അറിയിക്കണം. നമ്മിൽ താങ്കളാണ് ആദ്യം മരണപ്പെട്ടതെങ്കിൽ അള്ളാഹുവിൽ എത്തിക്കഴിഞ്ഞാൽ, പരലോകത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ താങ്കളുടെ പദവി വർദ്ധിപ്പിക്കുന്ന താങ്കളുടെ നന്മയുടെ ശേഖരത്തിൽ ഏറ്റവും മഹനീയമായ കാര്യം എന്താണ് എന്ന് താങ്കൾ എന്നെ അറിയിക്കണം. ഇത് പറഞ്ഞവർ പിരിഞ്ഞു. ഇത് കേട്ടപ്പോൾ സഹാബികളിൽ ഈ കേട്ട വ്യക്തി ഒന്നുകിൽ സൽമാൻ റളിയല്ലാഹു അൻഹു അല്ലെങ്കിൽ അബ്ദുല്ലാഹ് ഇബ്നു സലാം റളിയല്ലാഹു അൻഹു, അവർ പറഞ്ഞു, ഇൻ ലഖീതുഹു ഖബ്ലക ഫഅഖ്ബർതു. അതെ, താങ്കൾക്ക് മുൻപ് ഞാൻ അള്ളാഹുവിനെ കണ്ടുമുട്ടിയാൽ, ഞാൻ മരണപ്പെട്ടാൽ താങ്കൾ അത് അറിയിക്കും. ഫതൂഫിയ അഹദുഹുമാ. അങ്ങനെ രണ്ടാളൊരു സ്വഹാബി മരണപ്പെട്ടു. ഫലഖിയഹു സാഹിബഹു ഫിൽ മനാം. തൻ്റെ കൂട്ടുകാരനായ, നേരത്തെ സംഭാഷണം നടത്തിയ സ്വഹാബിയെ അദ്ദേഹം സ്വപ്നത്തിൽ കണ്ടു. ഫഖാല തവക്കൽ വഅബ്ശിർ. ആ സ്വപ്നത്തിൽ താൻ കണ്ട തൻ്റെ കൂട്ടുകാരൻ ഈ സ്വഹാബിയെ അറിയിച്ചു, തവക്കൽ വഅബ്ശിർ, താങ്കൾ അല്ലാഹുവിൽ തവക്കുലാക്കൂ. വഅബ്ശിർ, എങ്കിൽ താങ്കൾക്ക് സന്തോഷത്തിന് പറയാം, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്തയുണ്ട്. ഫഇന്നി ലം അറ മിസ്ല തവക്കുലി ഖത്തു. കാരണം തവക്കുലിനേക്കാൾ മനോഹരമായ, മഹനീയമായ മറ്റൊന്നും ഞാൻ കണ്ടിട്ടില്ല. തവക്കുൽ എന്ന ഇബാദത്ത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിൻ്റെയും ഈമാനിൻ്റെയും ഇഹ്സാനിൻ്റെയും മനോഹരമായ തലങ്ങൾ നമ്മിൽ സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ,
തവക്കുൽ എന്ന മഹത്തായ ഇബാദത്ത് നമ്മുടെ ജീവിതത്തിൽ വീഴ്ച വന്നിട്ടുള്ള രംഗങ്ങൾ, പ്രത്യേകിച്ച് ദീനിൻ്റെ നേരത്തെ പറഞ്ഞ അഅ്ലാ മഖാമാത്തുകൾ നമ്മൾ പരിശോധിക്കുക, തവക്കുൽ വീണ്ടെടുക്കുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഹീദ് മുറുകെ പിടിക്കുക, അത് പഠിച്ചുകൊണ്ടേയിരിക്കുക, അത് പുതുക്കിക്കൊണ്ടേയിരിക്കുക. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വേർപിരിയുന്ന ഓരോ ദിവസവും തൗഹീദിനെ പുതുക്കുന്ന, തൗഹീദിന്റെ പുതിയ പാഠങ്ങൾ അയവർക്കുന്ന ഒരു പുതിയ ആയത്ത്. കഴിഞ്ഞ ദിവസം പഠിക്കാത്തൊരായത്ത്, അടുത്ത ദിവസം അടുത്ത ആയത്ത്, കഴിഞ്ഞ ദിവസം കേൾക്കാത്തൊരു ഹദീസ്, അതിലെ പാഠങ്ങൾ, അതല്ലെങ്കിൽ ഒരു മസ്അല, ഒരു ദിക്ർ, ഒരു ദുആ. എവിടെയാണ് തൗഹീദ് ഇല്ലാത്തത്? ഖുർആൻ മുഴുവൻ തൗഹീദാണ്. ഓരോ ദിവസവും നിങ്ങൾ ഒരു ആയത്ത് പഠിക്കും. ഖുർആൻ മുഴുവൻ തൗഹീദാണ്. ഖുർആനിന്റെ മൊത്തം ആശയം അല്ലാഹു ഉൾക്കൊള്ളിച്ചിട്ടുള്ള സൂറത്തുൽ ഫാത്തിഹയിലാണ്. ഉമ്മുൽ ഖുർആൻ, സൂറത്തുൽ ഫാത്തിഹയുടെ സംഗ്രഹം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. തൗഹീദാണ്. അത്തവക്കുൽ വൽ ഇബാദ. ഇയ്യാക നഅ്ബുദു ഇബാദത്താണ്, ഇയ്യാക നസ്തഈൻ തവക്കുലാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആൻ, അതിലെ ആയത്തുകൾ, അതിൻ്റെ അർത്ഥം, അതിൻ്റെ ആശയം നിങ്ങൾ പഠിക്കുക. പരിശുദ്ധ റമദാനാണ് ഒരു വെളിപ്പാടകലെ നമുക്ക് മുമ്പിലുള്ളത്. അള്ളാഹുവിൻ്റെ കലാം അർത്ഥമറിഞ്ഞ് ആശയം ചിന്തിച്ച് അതിൻ്റെ ജീവിക്കുന്ന പതിപ്പുകളാകാൻ. ഖുർആൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഭാവമായിരുന്നു എന്ന് ഖുർആൻ എന്ന് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്. ആ സ്വഭാവമായ നമ്മുടെ ഖുർആൻ, അള്ളാഹുവിൻ്റെ കലാം, നമ്മുടെ പാരായണം അത് മാറാൻ നമ്മൾ പണിയെടുക്കുക, പഠിക്കുക, പ്രവർത്തിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസിൽ, ഈ മസ്ജിദിൽ, അവൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇതുപോലെ ഒരുമിച്ച് കൂടാൻ നമ്മെയും നമ്മുടെ വേണ്ടപ്പെട്ടവരെയും മാതാപിതാക്കളെയും ഉറ്റവരെയും ഉടയവരെയും സുഹൃത്തുക്കളെയും മുസ്ലിമീങ്ങളെയും മുഅ്മിനീങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. وصلى الله وسلم وبارك على نبينا محمد وعلى اله وصحبه اجمعين. سبحانك اللهم وبحمدك، اشهد ان لا اله الا انت، استغفرك واتوب اليك. والسلام عليكم ورحمه الله وبركاته.